Aspiring Entrepreneur of the Year 2023, Natya Kala Vibhushana Award, Natya Ratna Award, and so on. As a director of Krishna Kripa Nadana Vidyalaya, a school for Bharatanatyam at Shantinagar, Avadi, Chennai. Kumari Kadyasunam, with boundless joy, capturing energy, and unswerving fidelity, have groomed number of young and talented artists who are now regular and impressive performers all over India. Besides a versatile dancer, she is also privileged physician assistant working for VS Hospital, Kilpa. Our next program is a dance drama on the theme Tattvamasi, based on Lord, where birth was meant for rescues, who has been abandoned, adopted, and anointed, and considered as a historical figure known as Ayyappa, Harihara Putra. The word Tattvamasi is a Mahakavya in Vedantic Dharma. The phrase describes the relationship between individual self, Jiva, and reality, Brahma. Manigandan is another name of Lord Ayyappan because, according to the legend of his birth, his parents tied a golden bell, Mani, around his neck, Kandan, soon after his birth, so we call him Manigandan. As legendary, when Shiva and Mohini abandoned their child on the banks of river Pamba, the ruler of that dynasty, King Rajashekara, the childless monarch belonging to Pandalam, adopted Ayyappan and accepted him as a divine gift. Very soon, the king understood the queen's bad nature against his son and begged Manigandan for forgiveness. Then, Manigandan left for heavenly abode after telling the king to build a large temple at Shabarimala so that the memories remain forever on earth. Thereafter, strict religious adherence was practiced by devotees to receive the blessings of Lord Ayyappan. Now, let's watch the most awaited dance drama on the theme Tattvamasi by the students of Krishna Kripa Nadana Vidyalaya. ശരണാഗതർക്ക് വരദാനമരുളുന്ന കലിയുഗവരതൻ മണ്ഡലകാലത്ത് കഠിനവ്രതമനുഷ്ഠിച്ച് കാടും മേടും ചവിട്ടി തന്റെ സന്നിധിയിലെത്തുന്ന ഭക്തർക്ക് അനുഗ്രഹാശിസുകൾ ചൊരിയുന്ന ശബരിമലയിൽ വാഴുന്ന ആ ദിവ്യ ചൈതന്യം സ്വാമി അയ്യപ്പൻ. ഓരോ മണ്ഡലകാലത്തും ഗുരുക്കന്മാരുടെ കൈപിടിച്ച് പേട്ടതുള്ളി ആയിരക്കണക്കിന് കന്നിസ്വാമികൾ മല ചവിട്ടുന്നു. അയ്യപ്പ കഥകളിലേക്കുള്ള കന്നിയാത്ര.
ഈ ലോകത്തിലെ എല്ലാ ഭൂതങ്ങളുടെയും നാഥനായതുകൊണ്ട് ഭൂതനാഥനെന്നും ധർമ്മത്തിന്റെ ശത്രുക്കളെ ശാസിക്കുന്നതുകൊണ്ട് ധർമ്മശാസ്താവെന്നും പറയപ്പെടുന്ന ശ്രീ അയ്യപ്പന്റെ ജനനം ഒരത്ഭുതമാണ്. ദേവന്മാരെ തന്റെ അജയ്യ ശക്തി കൊണ്ട് ചിത്രവധം ചെയ്തുകൊണ്ടിരുന്ന മഹിഷീവധമായിരുന്നു ശ്രീധർമ്മശാസ്താവിന്റെ ജന്മോദ്ദേശം. ആശ്രയം തേടി വന്ന അഭയാർത്ഥികളായ ദേവകൾ പരമശിവന്റെ മുന്നിലെത്തുന്നു. പാലാഴി മന്ദിരത്തിൽ അസുരന്മാർ കൈക്കലാക്കിയ അമൃത് വീണ്ടെടുത്താൽ വിശ്വമോഹിനിയിൽ അഭിരാമ ഹൃദയം പ്രസാദിക്കാൻ പരമശിവൻ തീരുമാനിക്കുന്നു. കോടാനുകോടി പ്രകാശരശ്മികൾ ഒന്നുചേർന്നുണ്ടായ ആ വിശ്വമോഹിനി രൂപം ഭസ്മാസുരവധത്തിനായി ധരണി മധ്യത്തിൽ വശ്യമനോഹര സൗന്ദര്യമായി ഉദിച്ചുയർന്നു. Chicken,
പാലാടിയിൽ പ്രഭുചൊരിഞ്ഞ ആ പുണ്യ കനകമാധവം ഭസ്മാസുരനെ നിഗ്രഹിക്കുന്നു. ആ മനോഹരി നാരിയിൽ ഭഗവാൻ പരമശിവൻ പ്രണയപരവശനാകുന്നു. 14 ലോകത്തിന് പ്രിയമോഹനം കാലിൽ കാഞ്ചന ചിലമ്പണിഞ്ഞ ആ കലയിൽ പരമശിവൻ അഭിരാമ ഹൃദയം കൊണ്ട് പ്രണയത്തിലാണ്. ഇഹലോകത്തെങ്ങും ശിവമോഹിനി പ്രണയത്താൽ വസന്തം വിടരുന്നു.
തകണക ജിത്ത കണക ജുംതരി തസ്തിസ്തം തകരദിസ്തം തധി തതകണം തതകജം തതജ്ജം തസ്തദിത സത്തനക പരബ്രഹ്മമൂർത്തിയായ പരമശിവന്റെ ശക്തിയും മഹാവിഷ്ണുവിന്റെ ചൈതന്യവും ഒത്തുചേർന്ന് ഭൂമിദേവിയുടെ ഹൃദ്വനത്തിൽ ആ മന്നവൻ പിറന്നു. മഹാവിഷ്ണുവിന്റെ പരിലാളനത്തിന്റെ ആനന്ദം ഒരു ധൂമന്തഹാസമായി കഴുത്തിൽ സ്വർണമണിയുമായി ജനിച്ച മണികണ്ഠനെന്നത് തെളിഞ്ഞു. ദേവാദിദേവൻ കൊണ്ടുവന്ന വനഭൂതനി ചരാചരനാഥൻ പന്തളത്തിൻ നായകൻ ശ്രീ അയ്യപ്പൻ. വനമധ്യത്തിലെ പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ വേട്ടയ്ക്കിറങ്ങിയ പന്തളം രാജാവിന്റെ കാതിൽ പതിഞ്ഞു. ഘോരവനത്തിൽ പമ്പാ നദിക്കരയിൽ മതിയൊളി തൂകുന്ന കുഞ്ഞുമണികണ്ഠനെ രാജാവ് കാണുന്നു. മോഹിനി സുതന്റെ വദനാര വിഭവം ചൊരിയുന്ന പ്രഭാപൂരത്തിൽ രാജാവിന്റെ മുഖം തേജോന്മയമായി തീർന്നു. ആ പുണ്യവാന്റെ പരിലാളനെ മണികണ്ഠൻ പന്തളം രാജധാനിയിലേക്ക്. തിങ്കൾ കലപോലെയുള്ള ആ പൈതലിൻ മുഖശ്രീ റാണിയുടെ മനസ്സിൽ മാതൃസ്നേഹത്തിന്റെ അമൃത ജീവിച്ചു. സ്വർഗലോക ദേവ സദസ്സിൽ നിന്ന് സുഹൃതോത്സവം പന്തളം രാജ്യത്ത് ഹരിഹരപുത്രന്റെ അനുഗ്രഹ തിരുവുത്സവം.
മഹിമ ചൂടിയ നാഥൻ നീ. പടികൾ കയറി വരുന്നവരിൽ അറിവെല്ലാമുള്ളൊരു പൊൻകണി നീ. പടികൾ കയറി വരുന്നവരിൽ അറിവെല്ലാമുള്ളൊരു പൊൻകണി നീ. മുഖം കണ്ടു കൈതൊഴുമെന്റെ ജന്മത്തിനു ശനി തീർത്തവരെ. എന്നിലുള്ള ദേവാംശം നിൻ ശിലയുടെ നെറുകയിലുരുകിയ ഹൃതമണി ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കുടികൊള്ളും മന്മഥരി ശിവസുതനി. അയ്യപ്പ മാധവന്റെ തിരുമകനീ. ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കുടികൊള്ളും മന്മഥരി ശിവസുതനി. അയ്യപ്പ മാധവന്റെ തിരുമകനീ. ശനിയുടെ ഹരണേ വരണേ നീ അരവണ മധുരം തരണേ. മനസ്സിൻ പമ്പൈ നീരാടുക നീ ചരണ നദിയലകൾ അണിയണ വരദനെ. ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കൂടികൊള്ളും മന്മഥരി ശിവസുതനി. അയ്യപ്പ മാധവന്റെ തിരുമകനീ. ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കൂടികൊള്ളും മന്മഥരി ശിവസുതനി. അയ്യപ്പ മാധവന്റെ തിരുമകനീ. സന്തോഷം പുലർന്നിരുന്ന പന്തളകാലം കടന്നുപോകുന്നു. ആയോധന കലകളിലും ശാസ്ത്രത്തിലും പ്രാഗൽഭ്യം നേടാൻ മണികണ്ഠനെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് അയക്കാൻ പിതാവ് തീരുമാനിക്കുന്നു. താഴ്വാര മധ്യത്തിലെ ഗുരുകുലത്തിൽ മണികണ്ഠൻ മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം വിദ്യകളെല്ലാം അഭ്യസിച്ചു തുടങ്ങുന്നു.
മധുരമോ